അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് താഴത്തൊരു വ്യൂ ആണ് കേട്ടോ ഇതെടുക്കുന്നത്. ഫ്ലൈറ്റ് പൊന്തിയതിന് ശേഷമുള്ള വ്യൂ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ പൊന്തുന്ന ടൈമിൽ ചെറിയൊരു വ്യൂ എടുത്താണ് കേട്ടോ. പിന്നെ അത് നമ്മൾ ബസ് നൂഡിൽസ് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. ഫുഡായിട്ട് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നുള്ള ഒരു വെഴുത്തായതുകൊണ്ട് മുൻകൂട്ടൊന്നും ഓർഡർ ചെയ്യേണ്ട ഒരു ഇത് ഉണ്ടായിട്ടില്ല. ടിക്കറ്റ് എടുക്കലാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ നാച്ചൂസാണ് കേട്ടോ വാങ്ങിച്ചത്. അതിന് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചയച്ചു. ഇത് നാച്ചൂസാണ്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തുക്പ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് നൂഡിൽസാണ്, അതും കഴിച്ചു. പിന്നെ ഇത് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ലാൻഡ് ചെയ്തപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ്. അവസാനമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അത്യാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാലുകുത്തിയപാട് തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴ ഇതിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ മഴേൻ്റെ ഒരു കാഴ്ചയെല്ലാം കാണാൻ പറ്റി. പിന്നെ നേരെ മറ്റേ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അവിടെ പൂക്കളവും, കാരണം പിറ്റേന്നാണ് ഓണം, അപ്പോൾ അതിൻ്റെ തലേ ദിവസം പൂക്കളവും എല്ലാം ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓണത്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് അതിനുള്ള വിശേഷങ്ങൾ നാട്ടിലെത്തി വീട്ടിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് കേട്ടോ. ഇത് മിനി വ്ളോഗായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒറ്റ വ്ളോഗിൽ കൊള്ളിക്കാൻ കഴിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഓരോരോ കാഴ്ചകൾ. ഓണത്തിന് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനം പുറത്തോട്ട് ഇറങ്ങാണ്. ഇനി ബാക്കിയുള്ള വീഡിയോസിൽ